Hello guys, welcome back to another flash vlog with Juju and Dudu. Guys, ഇത് റീടേക്ക് ആണ്, അതുകൊണ്ടാണ് അവൾ ചിരിക്കുന്നത്. നേരത്തെ അവര് ഹായ് ഒക്കെ പറഞ്ഞതാണ്, അതെല്ലാം പോയി. നേരത്തെ മൈക്ക് ഓൺ ആയില്ലായിരുന്നു ഗൈസ്. സോ നല്ല ഉഗ്രൻ മഴ ഗൈസ്, മുകളിലെ കാണാം ഒഴുക്കത്തെ മഴ. സോ ഈ മഴയത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കും. നമ്മൾ ഞായറാഴ്ച സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഗൈസ്. അപ്പം ഉച്ചയായി. ഇവിടെ നമ്മുടെ കോസ് കഫേയിൽ പുതിയ ബ്രേക്ക്ഫാസ്റ്റ് മെനു വന്നത് പറയുന്നത്. അപ്പം എഗ്സും സ്റ്റേക്കും അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ അത് പോയി ട്രൈ ചെയ്യാന്നുള്ള പ്ലാനാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ വെരി സിമ്പിൾ വ്ലോഗ് ഗൈസ്. സോ നേരെ കോസ് കഫേ പോകുന്നു, നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നു, അവരെ പുതിയ മെനു എക്സ്പ്ലോർ ചെയ്യുന്നു. അതിപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം, പോയി നോക്കിയിട്ട് വരാം. പാർക്കിംഗ് കിട്ടുമെന്ന് പറഞ്ഞുകൂടാ, മഴയായതുകൊണ്ട് നല്ല ക്രൗഡ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അവിടെ മഴയത്ത് നല്ല ആംബിയൻസ് ഉള്ള കഫേയാണ്. സോ എനിവേസ്, നിങ്ങൾ പോയിട്ടില്ലല്ലോ മഴയത്ത് അവിടെ കോസിൽ? കയറാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം എന്നാലും. അപ്പൊ സീ യു ഗൈസ്, കാണാം, ബൈ. ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ബ്രഞ്ച് കഴിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ കോസ് കഫേയിലെ ബ്രേക്ക്ഫാസ്റ്റ് മെനു 11 മണി വരെ ഉള്ളൂ. സോ ദ തിങ് ഈസ്, കോസിലെ പരിപാടി ഇന്ന് നടക്കില്ല. ഞാൻ വീക്ക് ഡേ ഒരു ദിവസം അവരുടെ പുതിയ മെനു ട്രൈ ഔട്ട് ചെയ്യാൻ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. വിചാരിച്ചു 90 മില്യൺ കോഫി പോകാന്ന് വിചാരിച്ചു. അത് ഞാൻ ഇതിൽ കാണിക്കാത്ത ഒരു കഫേയാണ്. സോ കലൂറാണ്, സ്റ്റേഡിയത്തിന്റെ റോഡിൽ. അപ്പം അവിടെ പോയിട്ട് നമുക്ക് അവരുടെ മെനു എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും നമ്മൾ 90 മില്യൺ എത്തിയിട്ട് അവിടുത്തെ സ്ഥിതി നോക്കട്ടെ. ഇവിടെ എല്ലായിടത്തും മഴയാണ്ട് ഫുള്ളാണ്. എല്ലാവരും മഴ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് പാടാണ് വീക്കെൻഡിൽ കഫേരകത്ത് സീറ്റ് കിട്ടാനായിട്ട്, പ്രത്യേകിച്ച് കൊച്ചിയിൽ. സോ എനിവേസ്, നമ്മൾ 90 മില്യൺ എത്തിയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെ ഗൈസ്, ഒടുക്കത്ത മഴ. നമ്മൾ അവസരം 90 മില്യൺ കോഫിയിൽ എങ്ങനെയോ എത്തി. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? രണ്ടുപേരും നമ്മളൊരു കുട ഉള്ളതുകൊണ്ട്, ബൂട്ടിലൊരു കുട ഉണ്ടായിരുന്നു, അതും കൊണ്ട് ഓടി നമ്മൾ നനഞ്ഞ് കുളിച്ച്. സോ ഇനിയിപ്പം കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഇവിടുത്തെ പാർക്കിംഗ് ഷോക്കാണ് ഗൈസ്. അതൊക്കെയാണ് ഇവരുടെ പാർക്കിംഗ് ഇതാണ്. ഇവിടെ ചെളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ സ്റ്റക്കാവും. മുമ്പ് ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ടായിരുന്നു ഈ ഒരു കഫേയിൽ. പക്ഷേ ഇതിപ്പോൾ അടച്ചു പൂട്ടി. റെസ്റ്റോറൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഇവർ ഡിവൈഡ് ചെയ്ത് ഇപ്പം മൊത്തം പണിയായി ഗൈസ്. നമ്മളത് ഇവിടെ ഈ ചെളിക്കുണ്ടിൽ കൊണ്ടിടേണ്ടി വരും. ദാറ്റ്സ് എ പ്രോബ്ലം. അങ്ങനെ ഗൈസ്, നമ്മൾ 90 മില്യൺ കോഫിയിനകത്ത് വിറച്ചിരിപ്പുണ്ട്. മഴ നനഞ്ഞ് AC-നകത്തോട്ട് വന്നപ്പോൾ നല്ല തണുപ്പ് ഗൈസ്. നമ്മൾ ഓരോ കോഫി ഷോപ്പിൽ പോകും, പാർക്കിംഗ് ഇല്ല, മഴ, ചെളി. അവസാനം ഇവിടെ എങ്ങനെയൊക്കെ ചാടി ഓടി കയറി. അപ്പോൾ എന്തായാലും ഗൈസ്, ഇവരുടെ മെനു ജസ്റ്റ് വന്നേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് ഇവിടെ കഴിക്കാനുള്ളതെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യട്ടെ. ഈ ടേബിളിൽ ഇരുന്ന് തിന്നാൻ പറ്റുമോ എല്ലാം കൂടെ? ഈ ഒരു ടേബിളിലോട്ട് മാറിയും തിന്നേണ്ടി വരും. പക്ഷെ നല്ല ആംബിയൻസ് ആയിട്ടാണ്, അടിപൊളി, നല്ല കോഫി ഷോപ്പ്. അങ്ങനെ ഗൈസ്, ഇതാണ് തിരമിസു ഫ്രഞ്ച് ടോസ്റ്റ്. ഇതാണ് എൻ്റെ ഹോട്ട് ചോക്ലേറ്റ്. ഇത് ജുജുവിൻ്റെ സ്ട്രോബെറി മാച്ച. ഇതാണ് ചിക്കൻ ആൻഡ് അവക്കാഡോ ടോസ്റ്റ്. ഇത് മഷ്റൂം ആൻഡ് റിക്കോട്ട ചീസ്. Mine is very good. Really good. The mushroom thing. And how about the matcha? It's also good. Nice. Matcha lemonade. It's nice. How was the matcha strawberry? It's good. Bit tangy. Let me try this. Aren't you allergic? Nice. Really nice. സാധനം കൊള്ളാം നൈസ്. ചെറിയൊരു ടാങ്കിനെസ് ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞാൻ കട്ട് ചെയ്ത് തീരുന്നല്ലോ. ഓക്കെ. ഇതാണ് എൻ്റെ തിരമിസു ഫ്രഞ്ച് ടോസ്റ്റ്. അവിടെ മൊത്തം ആൾക്കാരുള്ളതുകൊണ്ടാണ് ഗൈസ് കുറച്ചൊന്ന് നാണിക്കുന്നത്. ലെറ്റ് മീ ട്രൈ ഇറ്റ് ഗൈസ്. ഈ സാധനം ഒരു രക്ഷയില്ല. ഇവരെ തിരമിസു ഫ്രഞ്ച് ടോസ്റ്റ്. ഫാനായി ഗൈസ്. ഇതിലും ടേസ്റ്റ്. ബ്രെഡിന് വലിയ മധുരമില്ല. സാധാരണ അടുത്തുള്ള പോലെ ബ്രെഡും എല്ലാം ഒരേ ഭയങ്കര ഒടുക്കത്തെ സ്വീറ്റ്നെസ് ഒന്നും ഇല്ല. പെർഫെക്റ്റ്ലി ആ കോഫിയുടെ ടേസ്റ്റും കൊള്ളാം, നല്ല ടേസ്റ്റ്, അടിപൊളി. ബ്രെഡ് ഇസ് റിയലി ഗുഡ്, സോ ഗുഡ്, യമ്മി. അതിൻ്റെ അകത്തൂടെ ഉണ്ട്, ആ ക്രീം പോലെ ഇറങ്ങി വേണം, അടിപൊളി. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ട്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ കഴിക്കുക.
അത് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര മധുരമാണ്, പക്ഷേ നോട്ട് അറ്റ് ഓൾ. ഇറ്റ്സ് ലൈക്ക് പ്രോപ്പർലി ബാലൻസ്ഡ് ഗൈസ്. Is it good? What does it taste like? Tiramisu. പിള്ളേർക്ക് ബുദ്ധിയുണ്ട്. തിരമിസു ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരമിസുവിനെ പോലെ അല്ലാതെ കൊള്ളാം, നല്ല ടേസ്റ്റ്. പിന്നെ ഭയങ്കര വെറൈറ്റി ടേസ്റ്റ്. ഇതാണ്ടാ മടാൻ തിന്നുന്ന നോക്കിയിട്ടുണ്ടോ. ഐ തിങ്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കഴിക്കട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് കിട്ടൂല. നല്ല ഹോട്ട് ചോക്ലേറ്റ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് കുറേ വെറൈറ്റി ഹോട്ട് ചോക്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. ലൈക്ക് പ്യുവർ ഡാർക്ക് ഉണ്ട്, 70% ഡാർക്ക്. ഹോട്ട് ചോക്ലേറ്റ് ലവേഴ്സ് ജസ്റ്റ് കം ആൻഡ് ട്രൈ ഇറ്റ്. ഈ തിരാമിസു ഫ്രഞ്ച് ടോസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഡു കം ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അവരുടെ ഓപ്പൺ സാൻഡ്വിച്ചസും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കഫിഖാനയിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. എനിക്ക് വിശപ്പ് മാറിയിട്ടില്ല ഗൈസ്, ഇവരുടെ വയറൊക്കെ ഫുള്ളായി. യു വാണ്ട് ബ്ലൂബെറി മാച്ച ഫ്രം ദർ? അവർക്ക് കഫിഖാനയിലെ മാച്ച കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇത് കാണിച്ചേ. ഇതാണ് ജുഡുവിൻ്റെ മെയിൻ ഹോബി. ഫിൽറ്റർ ഇടുക, അവൾ തന്നെ ചിരിക്കും. എന്നിട്ട് ഫിൽറ്റർ പീപ്പിൾ. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ നേരെ പറ്റുമെങ്കിൽ മിനിസോയിൽ പോകാം. ഇവരിപ്പോൾ മിനിസോ അഡിക്റ്റാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ മഴ കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് നേരെ കഫിക്കാനേ പോകാനുള്ള പ്ലാനാണ്. ഇവിടുത്തെ ഫുഡ് കൊള്ളാം ഗൈസ്, നല്ലൊരു ഓൾട്ടർനേറ്റീവാണ്. നമുക്കിപ്പം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഓപ്പൺ സാൻഡ്വിച്ചും ക്രോസോൺ സാൻഡ്വിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ എന്തായാലും ഇവിടുത്തെ ക്രോസോൺ സാൻഡ്വിച്ച് ട്രൈ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ആ കൂടെ ഈ പാർക്കിംഗ് കൂടെ ഒന്ന് സെറ്റായ അടിപൊളിയായി. നമ്മൾ ഇവിടെ ഇപ്പോൾ മഴ പെയ്താൽ അവിടെ വെള്ളപ്പൊക്കമാണ്. ആ ഒരൊറ്റ പ്രശ്നം സ്വിമ്മിംഗ് പൂളാണ്. അങ്ങനെ ഗൈസ് നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. അവിടെ എത്രയും 3:45 ആയതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ലൈമറ്റ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നടക്കാൻ തന്നെ നല്ല സുഖമാണ്. നൈസ് ഗൈസ്, നമ്മൾ വീണ്ടും ബുഡുഡു വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. പറഞ്ഞല്ലോ എനിക്ക് ആ ക്യാമറ ഐ ആം തിങ്കിങ് ഐ നീഡ് ടു. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡുഡു ഉണ്ട്. അതിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടുന്നത്. നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ക്യാമറ പിടിച്ചിരിക്കുന്നത് തന്നെ കിട്ടും. ഇതിപ്പോൾ എവരെയും കാട്ടി പ്രാന്ത് എനിക്കായി. ഞാനാണ് ഇപ്പോൾ ബുഡുഡു വാങ്ങിച്ചുകൊണ്ട് നടക്കുന്നത് ഗൈസ്. ഞാനിത് 2 വാങ്ങിച്ചത്. ഇതിപ്പോൾ എൻ്റെ പർച്ചേസാണ്. പിന്നെ ഹോട്ട് വീൽസൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എനിക്കിത് വെക്കാൻ സ്ഥലമില്ല അവിടെ മുറിയിൽ. ഇതെന്തായാലും നോക്കാം, ഇല്ലെങ്കിൽ ഇവർക്ക് തന്നെ കൊടുക്കും. ഇതിൽ ആ ക്യാമറയുടെ സാധനം ഇല്ലെങ്കിൽ ഇവർക്ക്. ഒരു രസം, ഫൺ തിങ് ടു ഡു. ഇതൊന്നും 2 വേറൊന്നും വേണ്ടേ? അതിപ്പോൾ ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കടയിലുള്ള എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എനിവേസ് എടുത്തിട്ട് വരാം. അവളും എടുത്ത് 2. മിക്കവാറും നമുക്ക് ആ ക്യാമറയുടെ സാധനം കിട്ടും. വെയിറ്റ് ആൻഡ് വാച്ച്. നമുക്ക് നോക്കാം. എങ്ങനെ ഗൈസ്, മിനിസോ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ പോവുകയാണ്. വി ഹാവ് ഗോട്ട് ലോട്ട്സ് ഓഫ് ടോയ്സ് ഫ്രം മിനിസോ. ഫുള്ള് മിനിസോയുടെ മെമ്പർഷിപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു തുടങ്ങി. ആസ്കിങ് നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ. നമ്മളിപ്പോൾ ആ ലെവൽ ഓഫ് സാധനങ്ങൾ വാങ്ങില്ല. ഇതൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഗൈസ്, പക്ഷേ മിക്കവാറും മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും ഇങ്ങനെ പോകണമെങ്കിൽ. ഇവർ മറ്റേ ഡുബു ഒക്കെ നമ്മൾ കുറേ വാങ്ങിച്ചു. വീണ്ടും ഇന്നും 3 വാങ്ങിച്ചെന്ന് തോന്നുന്നല്ലേ? എവിടെ ആദ്യം 2 എടുത്താണ്. ഞാൻ പറഞ്ഞു 1 മതിയെന്ന് പറഞ്ഞു. ബിക്കോസ് അവിടെ എൻ്റെ കമ്പ്യൂട്ടർ ടേബിളിലാണ് ഇതെല്ലാം വരാൻ പോകുന്നത്. സോ ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഷാസിൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കും ഗൈസ്. സ്ഥലമില്ല വീട്ടിൽ വെക്കാനായിട്ട് ഡുഡുവിനെയൊക്കെ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്യും ഗൈസ് കഫിഖാനയിൽ വെച്ച്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ കുറച്ച് കിഡ്സ് പരിപാടികളും കൂടെ കാണും ആസ് യൂഷ്വൽ. അപ്പോൾ എന്തായാലും കഫിഖാന വെച്ച് കാണാം. അങ്ങനെ ഗൈസ് നമ്മൾ കഫിഖാനയിൽ എത്തിയിരിക്കുകയാണ്. ഇവരിവിടെ വാങ്ങിച്ച ക്ലിപ്പൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോന്നു, എന്താ സാധനം? വെച്ചോ. ഇതൊക്കെയാണ് ഇവരുടെ സന്തോഷങ്ങൾ, കൊച്ചു സന്തോഷം. ഹാർട്ടിൻ്റെ ക്ലിപ്പാണ്. ഇതൊക്കെ മിനിസോ ഒന്ന് വാങ്ങിച്ചാണ് ഗൈസ്. ഇന്നിത് പോവാ. ഓ നൈസ്, കൊള്ളാം. മിനിസോയിൽ അത്യാവശ്യം നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ടോയ്സ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വരാൻ ഗൈസ്. അങ്ങനെ ഗൈസ് ആൾക്കാർ പറഞ്ഞാണ് സനുവിനെ കാണണമെങ്കിൽ ക്യാഫിക്കാനെ വന്നേ പറ്റുള്ളൂ. കാരണം അവരെനിക്കിത് എഴുതി തരും. ഇത് കേട്ട് വണ്ടി ഓടിച്ച് വന്നതാണ്. അങ്ങനെ ഗൈസ് ഈറ്റ് കൊച്ചി ഫൗണ്ടർ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പഴയത് തന്നെ തിന്നുകൊണ്ടിരിക്കുക. ഓവറായിട്ട് മാർക്കറ്റ് ചെയ്ത് ശരിയാണ്. അതാണ്. എങ്ങനെയുണ്ട് ഐശ്വര്യം? ഇവിടെയാണോ അപ്പോൾ മറ്റേ സംസാരിച്ചത്? How is the soup? So good. Is it good? Do you try the bread? Dip it in the soup and try it. It's one of my favorite bread. Is it tasty? Good? Like it? Yeah. നീ ട്രൈ ചെയ്തോ പറഞ്ഞോ സൂപ്പ് വേണ്ടേ? അവൾ എന്നെ പോലെയാണ് കഴിച്ച്. പക്ഷെ നമ്മൾ കഴിച്ച്, ഞാൻ കുറച്ച് മഷ്റൂം കഴിച്ചു അവളുടെ സാൻഡ്വിച്ചിൽ നിന്ന്. എൻ്റെ ഷക്ഷൂക്ക വരട്ടെ. ഞാനൊരു ഷക്ഷൂക്ക ഓർഡർ ചെയ്തു. കുറേ നാളായി ഷക്ഷൂക്ക കഴിച്ചിട്ട്. എഗ് ആൻഡ് ടൊമാറ്റോ. സോ അത് വന്നിട്ട് ഞാൻ നോക്കട്ടെ ഇവിടുത്തെ ഷക്ഷൂക്ക എങ്ങനെയുണ്ടോ നോക്കട്ടെ.
ഗൈസ് ഇതാണ് ഷക്ഷൂക്ക. ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത്. ഇതിൻ്റെ അടിയിൽ ടൊമാറ്റോ ബേസ്ഡ് ഗ്രേവി ഉണ്ട്, കുറച്ച് സ്പൈസൊക്കെ ഇട്ടാൽ ഈ മുട്ടയെ അതുകൊണ്ട് മിക്സ് ചെയ്ത് ഈ ബ്രെഡ് മുക്കി തിന്നണം. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. കഴിച്ച് നോക്കിയിട്ട് വരാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഇപ്പോൾ ഐഫോണും ആക്ഷൻ 6 കൂടെ മാറി മാറി റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ് ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞു ഇതാണ് ടൊമാറ്റോ ബേസ്ഡ് പേസ്റ്റാണ്, കുറേ ഹേർബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ മുട്ടയും അതും കൂടെ മിക്സ് ചെയ്ത് തിന്നുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ആണ്. ഇത് പക്ഷേ കുറച്ച് ഹാർഡാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. നോർമലി ഈ മുട്ട അതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതല്ലേ. ഐ തിങ്ക് ഇവരുടെ വെർഷൻ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. അതായത് ഈ ബ്രെഡിലോട്ട് ഇതിങ്ങനെ ഇടണം. അത് കുറേ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഇടുക. ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ അത് എക്സ്ട്രാ സ്പൈസി ആക്കാൻ പറ്റും, അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ടേസ്റ്റായി. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം. ഇത് കൊള്ളാം. അപ്പോൾ ഗൈസ് നമ്മൾ മിനിസോന്ന് വാങ്ങിച്ച സാധനങ്ങൾ അൺബോക്സ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. ഇത് പിന്നെ വീട് പോലെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വെച്ച് അൺബോക്സ് ചെയ്യും. ഇവക്കാണെങ്കിൽ മുടിഞ്ഞ ധൃതി, അത് അൺബോക്സ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. എനിക്ക് ഈ പ്രാവശ്യം ക്യാമറ വെച്ചിട്ടുള്ള ഡുഡു ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ 2 പറഞ്ഞു, അതാണ് അവൾ ഉദ്ദേശിച്ചത്. ഞാൻ 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് 2 എൻ്റെതാണ്. ഇത് ഇത്രയും അൺബോക്സ് ചെയ്യാനുള്ള പ്ലാൻ. ഇത് കുറേ ഉണ്ടല്ലോ, ഇത് സോ മെനി ഓഫ് ദം. ഓക്കെ, ഞാൻ ഇവരെ കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യിപ്പിക്കാം ഗൈസ്. എൻ്റെ 2 ഉണ്ട് ഗൈസ്. നമ്മുടെ അൺബോക്സിങ് പരിപാടി സെറമണി തുടങ്ങാൻ പോവാണ്. ആസ് ഓൾവേസ് ബുബു ഡുഡു ചാനൽ. രുജു കമോൺ, ഓപ്പൺ ഫസ്റ്റ്. നമ്പർ 1. നമ്മളിതിൻ്റെ ആ ഒരു ക്യാമറ ഉള്ള ബുബുവിനെയും ഡുഡുവിനെയും കിട്ടാൻ വേണ്ടിയാണ് കേസ് ചെയ്യുന്നത്. കാശ് പോയോ ഇല്ലേ എന്നുള്ളത് ഇപ്പം അറിയാം. അയ്യേ, കിട്ടിയ സെയിം സാധനം. ഇതെന്താ പേന പെൻസിൽ പിടിച്ചോണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് പഠിപ്പിസ്റ്റുകളാണ് ഗൈസ്. ഇതാണ് ഗൈസ് ആദ്യത്തെ ഡുഡുവും ബുബുവും. ഇതാണ് ഫസ്റ്റ് പാക്കറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്, പെൻസിൽ വെച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത 2ാമത്തെ ഗൈസ്. ഇതിലെങ്കിലും ആ ക്യാമറ ഉള്ളത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെൽ മീ ഇറ്റ്സ് ക്യാമറ. ഇസ് ഇറ്റ് ക്യാമറ? It's a baby boo-boo. ഇതെൻ്റെ കൊട്ടാടാണ് ഗൈസ്. ഓക്കെ, ദിസ് ഈസ് ഡുഡൂസ്. ഇതാണ് ഗൈസ് 2ാമത്തേന്ന് കിട്ടിയത്. ബുബു ഡുഡു ഫാൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോയി വാങ്ങിക്കുക. ഇതാണ് എൻ്റെത് ഗൈസ്. ഇതിലെന്തായിരിക്കും എന്നുള്ളത് ഞാൻ ഓക്കെ, അൺബോക്സിങ്. ഐ ഹോപ്പ് ഇറ്റ്സ് എ ക്യാമറ. ഇറ്റ്സ് എ ഫോൺ. അയ്യോ, എൻ്റെ കൊള്ളാം. അങ്ങനെ ഗൈസ് നമുക്ക് കിട്ടിയത് ഫോൺ വിളിക്കുന്ന ഡുഡുവിനെയും ഫോൺ വിളിക്കുന്ന ബുബുവിനെയാണ് കിട്ടിയിരിക്കുന്നത്. ദീസ് ആർ ദ ബുബു ഡുഡു കളക്ഷൻ. ജഡ്ജുവിന് എന്ത് കിട്ടും? എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്? സ്മോളസ്റ്റ് ബോക്സ് എവർ. ഓ മൈ ഗോഡ്, ഇത്രയും വലിയ സാധനമാണ് അതിൻ്റെ അതിന്. ഓ മൈ ഗോഡ്, സോ ക്യൂട്ട്. തിങ്കിങ് വാട്ട് ആർ ദീസ് ഗൈസ് അൺബോക്സിങ്. എന്തൊക്കെ കളിപ്പാട്ടങ്ങളാണ് ഗൈസ് ഇപ്പം. വാട്ട് ഓൾ സ്റ്റഫ്. എൻ്റെ പൊന്നും, ഇത് ക്യൂട്ടാന്ന് നോക്കിയേ. മൂക്കി സാധനം. ഈ സാധനം വേണമെങ്കിൽ മിനിസോയിലുണ്ട്. അവിടെ ഇവരെയും കൊണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ പിച്ചക്കാരനാവും. ഹലോ കിറ്റി. ഈ സാധനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ഹലോ കിറ്റി. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് റയ ഗോട്ട്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് ദ റിയൽ OG one. ഇറ്റ്സ് ലൈക്ക് വീട്ടിൽ നല്ല വെയിറ്റുള്ള സാധനം ഗൈസ്. എൻ്റെ കോഫി ഞാൻ കുടിക്കട്ടെ. അതിൽ ഞാൻ കുറച്ച് കാരമൽ ആഡ് ചെയ്യാം. കൊട്ടാടോ നോർമലായിട്ട് കുടിക്കാൻ കുറച്ച് ഹെൽത്തിയാണ്. അതിൻ്റെ ഞാൻ കുറച്ച് കാരമൽ സോസ് ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഫുഡ് തിന്നുന്ന ഹലോ കിറ്റി. ചപ്പാത്തി ഉണ്ടാകണം. ചപ്പാത്തി പരത്തുന്ന ഹലോ കിറ്റി. പിസ്സ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിസ്സ പരത്തുന്ന ഹലോ കിറ്റി. ഓ നൈസ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സാധനം. പിസ്സ ഷോപ്പ് ഡയറി മാജിക് ഷോപ്പ്. വിസിറ്റിംഗ് കാർഡാണോ? സ്കാൻ വിത്ത് WeChat ടു ഗെറ്റ് ബെനിഫിറ്റ്സ്. ഓ അതല്ല കേട്ടോ, ചൈനയിൽ നിന്നാണ്. അപ്പം ഇന്നത്തെ മിനിസോ അൺബോക്സിംഗ് ഈസ് ഓവർ ഗൈസ്. അങ്ങനെ ഗൈസ് നല്ല സൂപ്പർ മഴയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. ഇന്നത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗൈസ്. നല്ല മഴ ഗൈസ് ഇവിടെ. സോ നേരത്തെ അങ്ങ് വീട്ടിൽ കയറാമെന്നുള്ള പ്ലാനിലാണ്. നാളെ ബ്രസീലിൻ്റെ മാച്ച് ഞാൻ കഫിക്കാനെ പോയി കാണാമെന്നുള്ള പ്ലാനിലാണ്. അവർ രാത്രി സ്ട്രീം ചെയ്യുന്നുണ്ട് അവിടെ. അതാകുമ്പോൾ കുറച്ച് കാണാനും കമ്പനി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും നാളെ ബ്രസീൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. ടോപ്പ് ടീംസൊക്കെ എന്തായാലും സെമിയിലും ക്വാർട്ടറിലും ഒക്കെ വന്നാൽ മതി എന്നുള്ള ഇതിലാണ്. അത്യാവശ്യം നല്ല കളിയാണായത്. എനിവേസ് നാളെ ബ്രസീലിൻ്റെ കളിയാണ് ഞാൻ കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത്. ബിക്കോസ് നെയ്മർ ഒന്ന് ഫുൾ ഫോമിലായിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു സ്ട്രോങ് ടീം തന്നെയാണ് ബ്രസീൽ. അവരെ എഴുതി തള്ളുന്നവർ
നാളത്തെ ഗെയിമോട് കൂടി മനസ്സിലാവും ദേ ആർ എ സ്ട്രോങ് കോണ്ടന്റർ ഫോർ ദ വേൾഡ് കപ്പ് എന്നുള്ളത്. നമ്മളിങ്ങനെ കുറേ ഫുഡ് സ്പോട്സ് കണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് വിത്ത് മൈ ഫുഡി എക്സ്പ്ലോറേഴ്സ് ജുജു ആൻഡ് ഡുഡു. ന്യൂ പ്ലേസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫുഡ് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം അതെന്താണെന്നൊക്കെ ഉള്ളത് വഴിയെ നിങ്ങൾക്ക് കാണാം. ലെറ്റ് സി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ലോഗ്. ടേക്ക് കെയർ.